ഇതിനെ 160 ബീറ്റ് ചെയ്യും എന്നുള്ള കാര്യം, ഡ്യൂക്ക് 200-ന് ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി അല്ലായിരുന്നു. എഞ്ചിന് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാം. മെയിനായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു മണ്ടത്തരം ചെയ്യരുത്. അതായത് മോട്ടീവുകളുടെ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് 6000-7000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓയിൽ മാറാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിന് ഓ മൈ ഗാഡ്. അപ്പോൾ യെസ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ MT-15 ആണ്. 2025 പുതിയ കളർ സ്കീമിലും കുറച്ച് ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡാക്കി വന്നിരിക്കുകയാണ്. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഈ കാണുന്ന TFT ഡിസ്പ്ലേ ആണ്. നമ്മുടെ FC ഹൈബ്രിഡിൽ വന്ന സെയിം ആ ഒരു TFT ഡിസ്പ്ലേ ആണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു ഫിനിഷിങ്ങിലൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂക്ക് 160-യുടെ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ, നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ ഇതിന് TFT ഡിസ്പ്ലേയും കൂടെ ആഡ് ആയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓവറോൾ വണ്ടിയുടെ ആ ഒരു ജസ്റ്റ് ഒരു വാക്കറൗണ്ട് നോക്കി ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെല്ലാം നേരത്തെ പോലെ തന്നെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു കളർ സ്കീം, ഈ ഒരു TFT ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽ എന്നുള്ള കാര്യം. അപ്പോൾ യെസ്, നമുക്ക് വണ്ടി തന്നത് നമ്മുടെ പെരിങ്ങാറ്റ് യമഹയാണ്, പെരിങ്ങാറ്റ് മോട്ടേഴ്സ്. അപ്പോൾ നമ്മുടെ വൈറ്റിലയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ആ ഒരു അവൈലബിലിറ്റി ഇവിടെ മാത്രമാണ് നിലവിൽ കിട്ടിയത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പ്രത്യേകിച്ച് മത്താപ്പ് കുറേ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു അപ്ഡേഷനിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യം യമഹയ്ക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു വണ്ടിയുടെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ, SOHC, അതുപോലെ തന്നെ സിപ്പർ ക്ലച്ച്, പിന്നെ അത്യാവശ്യം വേണ്ട ഒരു പവർ, അതായത് 18.4 bhp കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എഞ്ചിനാണ്. 14 സംതിങ് Nm ടോർക്കും ഉണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ഈ ഒരു മാസ്റ്റർ ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു ഗിയർ റേഷ്യോയിലും അതുപോലെ തന്നെ ആ ഒരു സ്പ്രോക്കറ്റിലും വന്ന ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ R15 കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല ഇനീഷ്യൽ ആക്സലറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജസ്റ്റിസ് ചെയ്യുന്നൊരു വണ്ടിയായിട്ട് തന്നെ ഇനി പവറിൻ്റെ കാര്യത്തിൽ അപ്ഡേഷൻ PS4-ലൊക്കെ സത്യം പറഞ്ഞാൽ 19.3 bhp ആയിരുന്നു. അപ്പം എഞ്ചിൻ്റെ ഭാഗത്തൊരു പീക്ക് ലെവലിൽ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വലിയ അപ്ഡേഷൻ്റെ ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. വണ്ടി ഇറങ്ങിയതിന് ശേഷം USB 4 വന്നു. അതുപോലെ തന്നെ ആദ്യം വന്നപ്പം ബോക്സ് ടൈപ്പ് സിങ്ങാമായിരുന്നു. ഇപ്പം നിലവിൽ നമ്മുടെ R15-ലൊക്കെ പോലെ അലൂമിനിയം സിങ്ങാമും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വണ്ടിയുടെ ലുക്കും ഹാൻഡിലിങ്ങും എല്ലാം തന്നെ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടില്ല, ആ ഒരു ഫുഡ് പാക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ നൈസായിട്ടുണ്ട്. പിന്നെ ഒരു അഗ്രസീവായിട്ടുള്ള ഡിസൈൻ, ഒരു ടിപ്പിക്കൽ MT-യുടെ ആ ഒരു റൈവറാണ് ഈ ഒരു ഡിസൈനിൽ നമുക്ക് കാണാം. അത് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ആ ഒരു കളർ സ്കീമിലൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ കൊള്ളാം, നല്ലൊരു മുട്ടായി പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു കളർ സ്കീമും കാര്യങ്ങളൊക്കെ. പിന്നെ ആ ഒരു മഡ് ഗാർഡ് വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ഗോൾഡൻ USD KYBയുടെ ആണെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ KYBയുടെ സ്റ്റിക്കർ വരുമായിരുന്നു, ഇപ്പോൾ KYBയുടെ സ്റ്റിക്കർ ഇല്ല. എനിക്ക് തോന്നുന്നത് ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്ന USD ആയിരിക്കണം. പിന്നെ ആ ഒരു അലോയും ടയറും എല്ലാം തന്നെ R15 വന്ന സെയിം ആണ്. പിന്നെ ഇതിനകത്ത് ഇപ്പം നിലവിൽ LED ഇൻഡിക്കേറ്ററാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടാ, ഇപ്പോൾ LED ഇൻഡിക്കേറ്ററാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജോയ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു TFT ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ജോയ്സ്റ്റിക്കാണ്. 10x10 നാവിഗേഷന്, അതുപോലെ തന്നെ ഒരു TFT ഡിസ്പ്ലേ വേണ്ട കൂളൻ്റ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ മൊബൈൽ കണക്ട് ചെയ്യാം. യമഹ കണക്ട് വെച്ച് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ആ ഒരു തലതിരിച്ച് വെച്ച ഇൻഡിക്കേറ്ററും ഹോണിൻ്റെയും സ്വിച്ച് അവരിപ്പോൾ നിലവിൽ നേരെ ആക്കിയിരിക്കുകയാണ്. ഒന്ന് യൂസ്ഡായി വന്നപ്പോൾ വീണ്ടും പഴയതുപോലെ ആക്കി. അപ്പോൾ അതാണ് വണ്ടിയുടെ ആ ഒരു മാറ്റങ്ങളെന്ന് പറയുന്നത്. സീറ്റിങ്ങിലാണെങ്കിലും വണ്ടിയുടെ ആ ഒരു ഓവറോൾ ഹാൻഡിലിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഒരു മാറ്റവും ഇല്ല, സെയിം ആസ് പഴയതുപോലെ തന്നെ. പിന്നെ നമുക്ക് TFT ഡിസ്പ്ലേ ഒന്ന് അടുത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കാം. FC ഹൈബ്രിഡിൽ വന്ന സെയിം ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണ്ടോ, ആ ഒരു പോപ്പിങ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു ലോക്കൽ TFT ഡിസ്പ്ലേ പോലെ ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാഫിക്സ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഹോണ്ടയുടെ NX 200-ലും NX ഹോർണറ്റ് 2.0-ലും വന്ന ആ ഒരു TFT ഡിസ്പ്ലേയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതിൻ്റെ ഗ്രാഫിക്സൊക്കെ ഒരു പേരിനൊരു TFT ഡിസ്പ്ലേ പോലെ ആയിരുന്നു തോന്നിയത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് കാണിച്ചു തരാം. ആ യമഹ എന്ന് എഴുതി വരുന്ന ആ ഒരു പോപ്പിങ് ഒക്കെ കാണാൻ നമ്മുടെ R1-ലൊക്കെ വരുന്ന ആ ഒരു സൂപ്പർ ബൈക്ക് ലെവലിലൊക്കെ നിൽക്കുന്നവരുള്ള ഒരു TFT ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്.
ഇത് ഇതിപ്പോൾ നമ്മൾ 10 പിടിക്കുകയാണെങ്കിൽ വൈറ്റ് ആവും, അങ്ങനെ ബ്ലാക്ക് ആവും. ഡേ ആൻഡ് ലൈറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൊള്ളാം, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പഴയത് ആണ് നല്ലതെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടുകൊണ്ട് ആരും വരല്ലേ. കാര്യം നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക പുതുത് വരുന്ന സമയത്ത്. അപ്പോൾ കൊള്ളാം. ഈ വണ്ടി ഇപ്പോഴാണ് നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഒരു 6 വർഷത്തിന് ശേഷമാണ് ഈ ഒരു വണ്ടിക്ക് നിലവിൽ ഇൻ്റർനാഷണൽ എങ്ങനെയാണ് ഇറക്കിക്കൊണ്ടിരുന്നത് ആ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ സാധിച്ചത്. ഇനിയിപ്പോൾ കിക്ക് ഷിഫ്റ്റും കൂടെ മാത്രമേ ഉള്ളൂ ഈ ഒരു വണ്ടിക്ക് വരാനായിട്ട്. ബാക്കിയെല്ലാം ഓൾറെഡി വന്ന് കഴിഞ്ഞു, ഇനി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ പില്ലൻ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി ആ ഒരു അൺകംഫർട്ടബിളാണ്. വണ്ടി ഓടിക്കുന്നതൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിൽ എന്തെങ്കിലും സൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കി ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാം. വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്താണ് കേട്ടോ, അതെടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. വണ്ടി യമഹ എപ്പോഴും സ്മൂത്ത് തന്നെയാണ്. സോ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കാര്യം പവറിലും പെർഫോമൻസിലൊന്നും തന്നെ ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട രീതിയിലുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ ഡ്രോപ്പോ അല്ലെങ്കിൽ ഇൻക്രീസിങ്ങോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അവൈലബിൾ ആവും. സോ നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കാം. TFT ഡിസ്പ്ലേ ഒക്കെ വന്നപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ലുക്ക് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് റൈഡ് ആ ഒരു എർഗണോമിക്സിലൊന്നും മാറ്റമൊന്നും തന്നെ ഇല്ല. വണ്ടി നല്ല റിഫൈൻഡ് ആണ് കേട്ടോ, നല്ല റിഫൈൻഡ് ആണ്. സോ എസ്പെഷ്യലി ആ ഒരു യമഹയുടെ ഒരു റിഫൈൻമെൻറ്റ്, ആ ഒരു ആദ്യത്തെ പ്രത്യേകിച്ച് ഒരു ഫ്രഷ് വണ്ടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ഫീലാണ്. ആ ഒരു കളിപ്പാട്ടം ലൈക്ക് ആ ഒരു കുട്ടി ബൈക്കിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡ്യൂക്ക് 160 ആയിട്ട് എൻ്റയർലി ഡിഫറൻ്റ് ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. രണ്ട് സെയിം സെഗ്മെൻ്റ് ആണെങ്കിൽ അതൊരു കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള റൈഡിങ് സ്റ്റാൻസ് ആണ്. നമുക്ക് അങ്ങോട്ട് പോകാം, ജസ്റ്റ് ഒന്നൊരു റൈഡ്. പവറിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ സ്ലിപ്പർ ക്ലച്ചും ട്രാക്ഷൻ കൺട്രോളൊക്കെ അവൈലബിൾ ആണ്. ഓ മൈ ഗോഡ്, കൊള്ളാം കേട്ടോ. സത്യം പറഞ്ഞാൽ MT ഓടിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ഫീലാണ്. നമുക്ക് ഡയറക്ഷനൊക്കെ ഭയങ്കര ഫ്ലിക്കറാണ്, ഭയങ്കര ഫണ്ണാണ്. ഞാൻ മറ്റേ ഡ്യൂക്ക് 160 ഇതുവരെ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യം. പക്ഷേ MT ഈസ് സംതിങ് യുണീക്ക് മാൻ. കാര്യം ഇതിൻ്റെ ആ ഒരു പവറും പെർഫോമൻസും എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഈസ് വെരി വെരി എൻജോയബിൾ. ഭയങ്കര എൻജോയബിളാണ് അതിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ. സോ യെസ്, ഇവിടെ നിന്ന് അയ്യോ വണ്ടി തള്ളിക്കൊണ്ട് പോയി, ഇവിടെ കൂടെ പോയി ഇതൊക്കെ തന്നു. യെസ്, സത്യത്തിൽ പറഞ്ഞാൽ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഡീസൻ്റ് തന്നെയാണ്. ബാക്കിലത്തെ ബ്രേക്ക് നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ സെറാമിക്കിലോട്ടോ അല്ലെങ്കിൽ മറ്റേ സിൻഡേറ്റ് ബ്രേക്ക് പാഡിലൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആകും. പിന്നെ ആ ഒരു കോക്പിറ്റ് വ്യൂ ഒക്കെ നൈസായിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഗുഡ്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. നമ്മുടെ ഡ്യൂക്ക് 200 പോലൊന്നും വലിയ സ്റ്റിഫ്നെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അതൊരു പെർഫെക്റ്റ് വണ്ടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു MT എന്ന് പറഞ്ഞാൽ. പലരും ചോദിക്കാം ഇത് 160 ബീറ്റ് ചെയ്യും എന്നുള്ള കാര്യം. ഡ്യൂക്ക് 200 ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി അല്ലായിരുന്നു MT ബീറ്റ് ചെയ്യാൻ ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ആൻഡ് മൈലേജ്. മെയിനായിട്ട് മൈലേജാണ് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തോ ജിമ്മോ മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഓടിച്ചാലും നിങ്ങളിപ്പോൾ 90 ഓടിച്ചാലും 100 ഓടിച്ചാലും 40+ എങ്ങനെ പോയാലും കിട്ടും. ആസ് എ BS4 R15 V3 ഓണർ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ആ ഒരു മൈലേജ് ഈസ് വെരി വെരി ഇമ്പ്രസീവ്. ഒന്നും പറയാനില്ല, അമ്മാതിരി എന്താ പറയണ്ട ഒരു മൈലേജാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം വിലയുടെ കാര്യത്തിലും ഫീച്ചറിൻ്റെ കാര്യത്തിലും ആ ഒരു എന്താ പറയണ്ടേ റിലയബിലിറ്റിയുടെ കാര്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ട് മൈലേജിൻ്റെ ഒക്കെ കാര്യം വെച്ച് MTയുടെ ആ ഒരു മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കുള്ള കാര്യമാണ്. ബട്ട് ഡിഫറെൻറ്റ് ഫീലാണ് രണ്ട് വണ്ടിക്കും എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. രണ്ടും മോശമല്ല. ബട്ട് MTയുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ മൈലേജ് വിത്ത് എലോങ് വിത്ത് ദ പെർഫോമൻസ്. പിന്നെ BS4-ൻ്റെയൊക്കെ ഒരു പവർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ MTയുടെ ആ ഒരു BS4-ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓടിക്കുന്ന സമയത്ത് അത്രയ്ക്കൊരു നമുക്കൊരു റെസ്പോൺസീവ്നെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ വണ്ടികളായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്
വെരി ഗുഡ് ആക്സലറേഷനാണ്. ഈ ഒരു എഞ്ചിൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാം. മെയിനായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു മണ്ടത്തരം ചെയ്യരുത്. അതായത് മോട്ടീവുകളുടെ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് 6000-7000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓയിൽ മാറാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിന് തീർച്ചയായിട്ടും പണി കിട്ടും. പിന്നെ ഇതൊരു ഹൈ റവ്വിങ് എഞ്ചിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലോണം റവ് ചെയ്യും. 11,000-12,000 വരെ റവ് ചെയ്യുന്നൊരു എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ വൈസ് ബോർ ആൻഡ് സ്ട്രോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ ഷേപ്പ് എഞ്ചിനാണ്. നമ്മുടെ ഡ്യൂക്ക് 160 പോലെയോ, മറ്റേ സായിപ്പാണ്, ഡ്യൂക്ക് 160 പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിൽ ഡ്യൂക്കിനൊക്കെ പോലെ ഹൈ റവിങ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്നും ഇട്ട് ഹൈ റവിങ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിന് പണി കിട്ടും. കാര്യം ഇതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. 390 പോലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. സോ യമഹയുടെ എമലൂബ് അത്ര ഉപയോഗിക്കുക. നിങ്ങൾ ഡീസൻ്റായിട്ട് സിറ്റിയിലും ഹൈവേയിലും മാത്രം എന്താ പറയുക മാറ്റി ഓടിക്കുന്നവരാണ്, മിക്സഡ് കണ്ടീഷനിൽ ഓടിക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് യമഹയുടെ ഓയിൽ ഒഴിച്ച് കറക്റ്റായിട്ട് ഒരു 3000 കിലോമീറ്റർ ഇടവിട്ട് ഓയിൽ മാറാനാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് എഞ്ചിൻ കിടന്നോളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി തരാൻ സാധിക്കും. സോ ഇപ്പം പ്രൈസ് 234 ഓൺ റോഡ് പ്രൈസ്. വാല്യൂ ഫോർ മണി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ വെരി ഗുഡ് വാല്യൂ ഫോർ ദ മണി. കാര്യം സ്ലിപ്പർ ക്ലച്ച്, പിന്നെ അങ്ങനെ വേണ്ട ട്രാക്ഷൻ കൺട്രോൾ, TFT ഡിസ്പ്ലേ, ഡുവൽ ചാനൽ ABS, എല്ലാ കാര്യങ്ങളും തരുന്ന ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് പെർഫോമൻസ് എല്ലാം ഡീസൻ്റാണ്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഈ ഷോറൂമിൽ നിന്നാണ് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം. സോ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ ബൈ.